ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് പോകണം. കുറച്ച് നേരം 11:45 വരെയുള്ള സ്കൂള്. അപ്പം നമുക്ക് എന്തായാലും ഒരു ഇൻഡിപെൻഡൻസ് ഡേ വ്ളോഗ് ആയാലൊന്ന്. അപ്പം ഞാനിന്ന് എനിക്ക് ദേശഭക്തിഗാനത്തിന് ഫസ്റ്റാണ് എൻ്റെ ടീം, പിന്നെ ഇംഗ്ലീഷ് സ്പീച്ചിന് ഫസ്റ്റാണ്, പിന്നെന്താ അങ്ങനെ കുറേ എണ്ണത്തിന് ഫസ്റ്റാണ്, 2 എണ്ണത്തിന് ഫസ്റ്റാണ്. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് സ്പീച്ച് പറയാനുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡാൻസ് ഉണ്ട്, അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ടീച്ചർ പറഞ്ഞതാണ് അശോക ചക്രത്തിൻ്റെ ഈ ഒരു ബാഡ്ജ് ഉണ്ടാക്കാൻ. എൻ്റെ ബാഗിൽ സൂചിപ്പിന്നുണ്ട്, പിന്നെ ഇത് ഞാൻ ബ്രഷ് പെണ്ണുകൊണ്ട് എൻ്റെ അമ്മ ചെയ്തതാണ് കേട്ടോ. എൻ്റെ ബാഗ് ഇതാണ്. അപ്പം നമുക്ക് എന്തായാലും ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഫസ്റ്റത്തെ കളിയിനതിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇംഗ്ലീഷ് സ്പീച്ച്. ഇതാണ് ക്യാമറ തലയിഞ്ഞു പോയ. അയ്യോ, ഇത് നിങ്ങളുടെ വീണ്. പിന്നെ ഒരു ഫ്ലാഗ് ഉണ്ട്. ഞാൻ പേപ്പർ ഫ്ലാഗ് എന്താ പറയുക മേടിക്കാത്തത്. ഈ പേപ്പർ ഫ്ലാഗ് പറയുന്നത് ഇഷ്ടമല്ല, തുണിയാണ് കുറച്ചും കൂടി നല്ലത്. പേപ്പറിൽ വെള്ളം വീണാലൊക്കെ അത് പിന്നെ പണിയാവും. അത് പിന്നെ തുടയ്ക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നാൽ ലാസ്റ്റ് കീറിപ്പോവും. പിന്നെ ഞാൻ ഫ്ലാഗ് മേക്കിങ്ങിന് ഉണ്ടായിരുന്നു, തന്നെ എനിക്ക് കിട്ടിയില്ല. അപ്പം അതിനെ പ്രാക്ടീസ് ചെയ്യാൻ കുറേ ഫ്ലാഗുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരെണ്ണം കണ്ണെടുത്ത് അതിലെങ്ങനെയും വെള്ളമായി അത് കയറും. എന്നിട്ട് അവിടെ കിടന്ന് കരയാനാവും ചിലപ്പോൾ. നഴ്സറിയിലാണ് കേട്ടോ അവൻ. അവൻ്റെ ഫ്ലാഗാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ എവിടെ ഉണ്ടാകുന്നു? അതെ, അവൻ്റെ ഫ്ലാഗാണ് ഫ്രണ്ട്സ്. ഇത് അവൻ കൊണ്ടുപോയില്ല, അവൻ അവിടെ നിന്ന് ഇപ്പം നെബുലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ഈ ഡ്രസ്സൊക്കെ, ഞാനിത് എനിക്ക് ടോപ്പാണ് ഇഷ്ടം, കുറച്ചും കൂടി ടോപ്പും ലെഗിൻസും. ഇത് പിന്നെ കുറച്ച് ടീച്ചർ പറഞ്ഞ സാധനങ്ങളാണ്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. എണീറ്റ് ഉടനെ തന്നെ പറഞ്ഞത് എനിക്ക് വ്ളോഗ് എടുക്കണം അമ്മേന്ന്. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് വേണമെന്നായിരുന്നു ഇഷ്ടം. അപ്പോൾ അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പം 38 തോന്നുന്നു. ഞാൻ ശരിക്കും നോക്കാറില്ല, അപ്പോൾ എക്സാമൊക്കെ വരികയല്ലേ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നാലോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കാണിച്ചു കാണുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഉള്ള ഏകദേശം കാണാനുണ്ടാവും. അമ്മി, അയ്യോ, എൻ്റെ ടോപ്പും പാൻറ്റും അതെന്താ. ഓ, എൻ്റെ കാല് പോയി കൂട്ടരെ. തട്ടിയതാ. കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടോ. ഇപ്പൊ ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കാണാം. ഫ്രണ്ട്സ്, ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അയ്യോ, ഞാനൊരു മാലിട്ടു. പിന്നെ ഞാൻ ചാന്ത് തൊട്ടുകൊണ്ട് എൻ്റെ അമ്മ തൊട്ടെന്താണ് കേട്ടോ, ഗ്രീനും വൈറ്റും കുറച്ചു തുമ്മലുണ്ട് ഇടയ്ക്കുള്ളൂ. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. പിന്നെ കയ്യിൽ ഇങ്ങനത്തെ 2 ബാൻഡും ഇട്ടു. ടീച്ചർ പറഞ്ഞതാണ് ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ കണ്ടില്ലേ. 2 ബാൻഡ് ഇട്ടു, മുടിയിലും അത് വളർത്തി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു കമ്മൽ ഇട്ടു കേട്ടോ. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം ടീച്ചർ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയാനില്ല, കുറച്ചും കൂടി ഉണ്ട് ആ സ്കൂളിൽ പോയിട്ട്. वीरों को है
എടുക്കാൻ പറ്റില്ല. ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആവും ചിലപ്പോൾ. പിന്നെ പ്രസംഗം പറയാൻ പറ്റിയില്ല, ദേശഭക്തിയാനും പാടാൻ പറ്റിയില്ല. രണ്ടിനും ഫസ്റ്റ് ആണ്, പക്ഷെ എനിക്ക് പാടാൻ പറ്റിയില്ല. മൈക്ക് തക്ക സമയത്താണ് കേടുവന്നത്. അതുകാരണം എനിക്ക് പാടാനേ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഡാൻസ് ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. പിന്നെ എനിക്ക് 2 ട്രോഫി കിട്ടി, കാണിച്ചാൽ ഞാൻ എൻ്റെ ബാഗിൽ എനിക്ക് 2 ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നമ്മുടെ ബാഗ് എടുക്കാം. ശ്രീതീർത്ഥ ഗിഫ്റ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് 2 ട്രോഫി കിട്ടി, ഒക്കെ കാണിച്ചു തരാൻ. ഇത് ഫ്ലാഗ് മാതിരി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വടിയായിരുന്നു, അത് കാരണം ബ്രൗൺ തൊപ്പി. ഇത് എനിക്ക് ദേശഭക്തി ഗാനത്തിന് ഫസ്റ്റിന് കിട്ടിയതാണ്. പിന്നെ ഇത് പ്രസംഗത്തിന് കിട്ടിയത് 2 എണ്ണം കിട്ടി. എൻ്റെ ഫ്രണ്ട്സായ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ നിവേദിക്കും അമ്മയ്ക്കും, അമ്മയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെയാണ്. നിവേദിക്കും അമ്മയും ഞങ്ങൾ 3 ആളുണ്ട്. ഞങ്ങളൊരു ഗെയിമാണ്. അപ്പോൾ 3 ആളുണ്ട്. അവർക്കെല്ലാവർക്കും ഒരേ മാതിരി ട്രോഫിനെ കിട്ടി. ഈ സ്റ്റിക്ക് ഇപ്പോൾ വീഴുകയെ ഞാൻ അന്നാൾ വീഡിയോ എടുക്കുമ്പോൾ സ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് വയ്ക്കാൻ മറന്നു. ഇപ്പം ശരിയാവേ, അത് വീഡിയോ ഒന്ന് എന്ത് ചെയ്യും. ഇപ്പം ശരിയില്ലേ? ശരി. ഇതേമാതിരി ട്രോഫി തന്നെയാണ് അവൾക്ക് ഫ്ലാഗ് മേക്കിങ്ങിന് കിട്ടിയത്. പിന്നെ ഇത് അവൾക്ക് ഇതിന് കിട്ടിയത് എന്തായിരുന്നു? ദേശഭക്തിഗാനത്തിന് പിന്നെ ഒരു ഗിഫ്റ്റ് തന്നെയാവല്ലോ. ഇതെനിക്ക് എൻ്റെ അമ്മയെ തന്താണ്, എൻ്റെ ഫ്രണ്ട് അമ്മയെ തന്താണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ബാക്കിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഞാൻ വായിച്ച നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് യാതൊരവകാശവും ഇല്ല. പണ്ട് പാവം ജനങ്ങൾ ബ്രിട്ടീഷുകാർ പറയുന്നത് അനുസരിക്കും. ഇനി അതും ഈ നമ്മുടെ ഇന്ത്യയിൽ നടക്കില്ല. പണ്ട് ഒരുപാട് ജനങ്ങൾ അവസാനമില്ലാതെ മരിക്കുന്നു, അത് നടക്കില്ല. ഗാന്ധിജിയാണ് നമ്മുടെ ഇന്ത്യ സംസ്കരിച്ചത്. ഇത് എന്തോ ഇത് വെള്ളമായിട്ട് മാങ്ങിയോ അതാണ് എനിക്കറിയില്ല. ജയ് ഹിന്ദ്. പിന്നെ ഇത് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇഷാനി, മൈ ഡിയർ യു, മൈ ബെസ്റ്റ് കണ്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ യൂട്യൂബ് ചാനലായ കഡിൽ ഏഞ്ചൽ, അതിൽ 2 എണ്ണുണ്ട്. അതിലത്തെ ഒരു എന്തോ ഒരു ബ്രൗൺ ടെഡി, ഇത് മറ്റ് ബ്രൗൺ അല്ല, വേറെ ഏതോ ഒരു ബ്രൗൺ ആണ് തോന്നുന്നു. ഇതേമാതിരിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ, പേസ്റ്റൽ ബ്രൗൺ ആയ ഒരു ബ്രൗൺ ടെഡിയാണ് അവളുടെ പിക്ചർ. അതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവളുടെയിലും കുറേ വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പൊളിക്കാം. ഞാൻ കത്രിക എടുത്തിട്ട് വരായി. നമുക്ക് കത്രിക കിട്ടിയിട്ടുണ്ട്, മുറിച്ചൊക്കെ കുറവാണ്, ഒന്നും കുഴപ്പമില്ല. ഇത് ഇങ്ങനെയാണ് തുറക്കുക. ഇതിനെ വേണം കേട്ടോ, അത് ബ്ലൈൻഡ് ബാഗാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഫ്രണ്ട്സ്. നമുക്ക് എന്തായാലും ഇതും തോന്നും. ഡിയർ ഇഷാനി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുണ്ട്, അത് നമുക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്തൊക്കെയാണാവോ. ചിലപ്പോൾ അവൾക്ക് നന്നായിട്ട് ഈ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് മീംസ് ഉണ്ടാക്കാൻ അറിയാം. അതെന്തെങ്കിലുമൊക്കെ എനിക്ക് കൂടി ഇതുണ്ടാവും, അല്ലെങ്കിൽ വല്ലതും വാങ്ങിയിട്ടുണ്ടാവും, അറിയില്ല. എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേയുടെ വല്ല ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാവും. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എഴുതിയ ഒരു സ്ക്യൂഷി ഫ്രണ്ട്സ്, സ്ക്യൂഷിയാണ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ എഴുതിയ സ്ക്യൂഷി അതുണ്ട്. പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് കേട്ടോ, അവളുടെ ജേർണലിൽ നിന്ന് എടുത്തുണ്ടാവും. നോക്കാം, കാണാനില്ല. ക്യൂട്ട് വിൻറ്റേജ് ആണ്.
ഈ സ്ക്യൂഷി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വേറെന്തൊക്കെയുണ്ട്? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കാർഡാ തോന്നുന്നു. കാർഡല്ല, ആ ഇതൊരു ഇങ്ങനത്തെ ഒരു കാർഡ്. അടുത്തത് കാണാം. സ്റ്റിക്കർ കുറേ ഉണ്ട്. ഇല്ലേ നോക്കാം, ചെക്ക് ചെയ്താൽ മതി. രണ്ട് കയ്യിൽ ഈ സാധനം തന്നെയാണ്, അത് കാരണം എനിക്ക് ശരിക്കും വരുന്നില്ല. ഇത്രയൊക്കെയാണ് തന്നത് ഈ സ്ക്യൂഷി. പിന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ മൈ ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും കൊടുക്കണം. പിന്നെ ഒരു സ്റ്റിക്കർ. എപ്പോഴുള്ള ക്യൂട്ട് ബേബീസ് ആണ്. പിന്നെ ചെക്ക് ലിസ്റ്റ് ആണ്, ഡേറ്റ് ഇഷ്യൂ എന്നൊക്കെ എഴുതിയിട്ട്. ഇത് ഈ ഗിഫ്റ്റ് ഒന്നും ഉണ്ടാക്കിക്കൊണ്ടാവില്ല. എല്ലാവരും എനിക്കോട്ടൊരു ഗിഫ്റ്റ് തരും, അത് ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെയും കൂടി ഇതൊന്ന് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചാലോ. നമുക്ക് സെല്ലോ ടാപ്പ് വെച്ചാൽ അത് ദേശം മുറിക്കാം. എവിടെയൊക്കെ അറ്റം പോയി കൊടുക്കുന്ന ഒരു രീതിയാണ്. എവിടെ നിന്നൊക്കെ പിച്ച് പൊടിക്കുന്ന കൂട്ടുകാരെ. തൊപ്പിച്ചോണ്ടാണ് അവൻ ചൂറിച്ചിട്ട് പോയി. വേണ്ടേ ആലോചിച്ചിരിക്കുക. എന്തായാലും എടുത്തതല്ലേ, ചെയ്തേക്കാം വിചാരിച്ചു. ഇവിടെ എവിടെയോ ഒരു അറ്റം പറ്റിയിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും കാണാനില്ല. ഇങ്ങനെ പോയി ഇങ്ങനെയൊക്കെ പോകണമെന്ന് മനസ്സിലായില്ല. ഇവിടെ നിന്നു കെട്ടി കെട്ടി കെട്ടിപ്പോയി. പോയി 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 എൻ്റെ പോയില്ലാവും. ശരിയാണ്. ഫസ്റ്റ് മാത്രം ഒരു പഞ്ച്. നമ്മളിങ്ങനെ എടുക്കുക. ഇത് വലുതായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ. വെറുതെ ഒരു രസത്തിന്, ഒരു സുരക്ഷയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയൊക്കെ എടുത്ത് ആപ്പിച്ച് പൊടിക്കാളായിരുന്നു. നമുക്ക് അമ്മയാ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറി വേണ്ട മനസ്സിലാവുകയൊക്കെ ചെയ്യും. എഴുതി വെക്കണല്ലോ, സ്കെച്ചിൻ്റെ മഷി വെറുതെ ഇങ്ങനെ തീർക്കണം. ഞാനെൻ്റെ അമ്മയുടെ ഗിഫ്റ്റ് ബ്രാക്കിലൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് വേൾഡ് ഗിഫ്റ്റ് ഒന്ന് പൊളിച്ച് വെക്കാം. ഹാപ്പി മോളൂസ്. ഹാപ്പി മോളൂസോ എന്താ? എ സ്മോൾ ബ്രൈൻ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇത് കൂടെ ഒന്ന് കട്ട് ചെയ്തേക്കാം. ഈ ടീച്ചറിന് നല്ല ഇഷ്ടമായിരുന്നു. ആദ്യം എൻ്റെ ഫ്രണ്ട് അമ്മയും തുടങ്ങി, അപ്പം എനിക്കൊരാഗ്രഹം തുടങ്ങി. ഇത്രയുള്ളൂ. എന്തോ ഒരു കാർഡൊന്നും എന്തോ കാർഡിന് ടു ഓപ്പൺ പുൾ ദീസ് എന്ന് പറഞ്ഞിട്ട് പുള്ള്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. അങ്ങനെ ഇതെങ്ങനെ പുള്ളി അപ്പോൾ നമുക്ക് തന്നെ ഇല്ലേ, അതോ മനസ്സിലായി. ഇങ്ങനെ ഫ്രണ്ട്സ്, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല, ഞാൻ അങ്ങനത്തെ ഉണ്ടാക്കാറുമില്ല. എനിക്ക് എൻ്റെ ഇൻസ്ട്രക്ഷൻസും അറിയുപോലുമില്ല. പുള്ളി ഞാൻ പറഞ്ഞ മുന്തേ വലിക്കാനാണ് അവൾ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ലാസ്റ്റ് നോക്കാം.
ഏട്ടാ ഒരു 5 ഫ്രണ്ട്സ്. ഐ എം സോ ഹാപ്പി. താങ്ക് യു സ്വീറ്റി. എനിക്ക് മനസ്സിലാവുന്നില്ലേ പഠിക്കാനാണ് ഉദ്ദേശിച്ചത്. ഉച്ചപ്പോൾ ഞാൻ കുറെ നേരമായി നോക്കണേ കിട്ടി തോന്നുന്നു. ഞാൻ ഒന്നൊന്ന് ഇതാക്കിയിട്ട് കാണിച്ചു. എനിക്കറിയില്ല ഞാൻ വലിക്കണം. ടു ഓപ്പൺ പുൾ ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഴുതിയിട്ടുണ്ട്. പുള്ള് പറഞ്ഞാൽ വലിക്കല്ലേ, പുഷ് പറഞ്ഞാൽ വലിക്കുക. അത് കൺഫ്യൂഷനാണ്. അപ്പോൾ ശരി ഉള്ളു കുടുങ്ങിയിരിക്കുകയായിരുന്നേ. ചിന്നൊക്കെ അറിയാം. ഇപ്പോൾ കുറേ എഴുതിയിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ കടാ. ഇൻഡിപെൻഡൻസ് ഡേ. Happy Independence Day, my dear friend Ishani. My first best friend is you. This chocolate for you, my friend. Say Hind. India is our country, not British country. Our flag to open for this one. Thank you. എല്ലാവർക്കും താങ്ക് യു. വിളിക്കുന്നത് കേൾപ്പിക്കാം. ഞങ്ങൾക്ക് ഇത് അവളുടെ ബ്ലൈൻഡ് ബാഗ് താഴ്ത്തിട്ട് നമുക്ക് എടുക്കാം. ഇത് കൂടെ എത്തില്ല, താഴത്ത് പോയി എടുത്തിട്ട് വരെ. ഇതിലൊന്നും ഇട്ടില്ല. മഞ്ചാൻ തിന്നും. മഞ്ചാൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്തിനാ അതിൻ്റെ സ്പ്രെഡിക്ക് കഴിയാനും. രണ്ടാളും ഇഷ്ടമായി, നല്ല ഇഷ്ടപ്പെട്ടു. ട്രോഫീസും ഞാൻ ഇത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോസ്റ്റ് ഇടാം. ഇത്ര ഉള്ളോ തോന്നണം അന്നത്തെ വീഡിയോ. വേറെ എന്താ ചെയ്യാ, ലോങ് വീഡിയോ ആക്കണ്ട. ഇപ്പൊ തന്നെ കുറേ മിനിറ്റ് ആയിട്ടുണ്ട്.